ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജാക്ക് ആൻഡ് ജോക്കർ എന്ന സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എൻഡിൽ കണ്ടത് നമ്മുടെ ജോക്കറാണെങ്കിൽ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ വേഷത്തിൽ വന്നിരിക്കുന്നതായിരുന്നു. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിലും കാണിക്കുന്നത് നമ്മുടെ ജോക്കർ ആ ഒരു പെൺകുട്ടിയുടെ വേഷത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ അരാന് മേക്കപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ സമയം അരാൻ്റെ അടുത്ത് കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ, നിങ്ങളെ ഭയങ്കര സുന്ദരനാണ്, അതുപോലെ തന്നെ ആ കഴുത്തിൽ കിടക്കുന്ന നെക്ലേസൊക്കെ അടിപൊളിയാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം അരാൻ ഇതെൻ്റെ അമ്മയുടെയാണ്, ഇത് ആക്ച്വലി നമ്മൾ തലമുറ അനുസരിച്ച് ഇങ്ങനെ എല്ലാവർക്കും കൊടുത്ത് വരുന്ന ഒരു നെക്ലേസാണ്. പിന്നെ ഞാൻ കയ്യിലിട്ടേക്കുന്നതൊക്കെ ബാക്കി സാധനങ്ങൾ അതൊക്കെ ചീപ്പ് ഐറ്റംസ് ആണെന്ന് പറയാണ്. ഈ സമയം ഇത് കേട്ടുകൊണ്ട് അരാൻ്റെ ഒരു അസിസ്റ്റൻ്റ് അങ്ങോട്ടേക്ക് വന്നിട്ട് ഇത് ചീപ്പ് ഐറ്റംസ് ആത്തോ, ഇതൊക്കെ നിങ്ങളുടെ അച്ഛൻ മേടിച്ച് വെച്ചല്ലേ എന്ന് പറയുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ അരാൻ്റെ അച്ഛൻ മറ്റാരുമല്ല, നമ്മുടെ ബോസാണ്. അപ്പോൾ ബോസ് പൈസ കൊടുത്തിട്ട് ആ പൈസ കടം തിരിച്ചടയ്ക്കാത്ത ആൾക്കാരിൽ നിന്ന് അവരുടെ സാധനങ്ങളൊക്കെ എടുക്കാറുണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ ജാക്കിൻ്റെ കയ്യിൽ നിന്നും അവൻ്റെ പാരൻസിൻ്റെ ആ ഒരു റിംഗ് ഒക്കെ കൊണ്ടുപോയത്. അപ്പോൾ അതുപോലെയുള്ള ആൾക്കാരിൽ നിന്ന് എടുത്ത സാധനങ്ങളും ജുവലേഴ്സൊക്കെയാണ് നമ്മുടെ അരാൻ ഇപ്പോൾ കയ്യിലിട്ടേക്കുന്നത്. അപ്പോൾ നമ്മുടെ അരാൻ്റെ അസിസ്റ്റൻറ്റ് ഇത് നിങ്ങളുടെ അച്ഛനായിട്ടുള്ള ബോസ് കണ്ടു കഴിഞ്ഞാൽ വഴക്ക് പറയത്തില്ലെന്ന് വെച്ചപ്പോൾ അരാനാണെങ്കിൽ ഇഷ്ടംപോലെ ജുവലേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ എൻ്റെ കൈ കിടക്കുന്നത് കടം വാങ്ങിച്ച ആൾക്കാരിൽ നിന്ന് എടുത്തതാണ് എന്ന് അച്ഛൻ ഓർക്കാൻ ചാൻസ് ഇല്ലല്ലോ എന്നിങ്ങനെ പറയാണ്. അതേസമയം അരാൻ്റെ മറ്റൊരു അസിസ്റ്റൻറ്റ് വന്നിട്ട് നമ്മൾ മറ്റൊരു ബ്രാൻഡുമായിട്ട് കൊളാബ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ നമ്മുടെ ജുവലേഴ്സ് എല്ലാം കാണിക്കാനായിട്ടൊക്കെ നിന്നല്ലോ, പക്ഷെ അവരാണെങ്കിൽ നമ്മുടെ ആ ഒരു ഇത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അതുകൊണ്ട് അവരുമായിട്ട് നമുക്കിനി ജോയിൻ ആവാൻ പറ്റത്തില്ല എന്ന് പറയാണ്. ആ സമയം അരാൻ ഇതെന്താ ഇങ്ങനെ, നമ്മളിനി എന്ന് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാക്കാണെങ്കിൽ അവർ വയ്ക്കാൻ പോകുന്ന ഇവൻറ്റിൽ നമ്മുടെ ഈ കടം വാങ്ങിച്ച ആൾക്കാരെ എന്നൊക്കെ എടുത്ത ആ സ്വർണ്ണങ്ങളെല്ലാം വയ്ക്കാനായിട്ട് പറയാണ്. അതായത് അരാനാണെങ്കിൽ ഒരു ജുവല്ലറി സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ഇവൻറ്റ് പോലെ നടത്താൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഇവൻറ്റിൽ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ മാത്രമാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഇവൻറ്റിലേക്ക് വയ്ക്കാനായിട്ടുള്ള സ്വർണ്ണത്തിനും ഡയമണ്ട്സിനൊക്കെ വേണ്ടിയിട്ടാണ് മറ്റൊരു ജുവല്ലറി കമ്പനിയായിട്ട് ഇവർ കൈകോർത്തത്. എന്നാൽ അവരിപ്പോൾ ക്യാൻസൽ ചെയ്തുകൊണ്ട് തന്നെ ഇവർക്ക് വയ്ക്കാനായിട്ട് അങ്ങനെ ആവശ്യത്തിന് ജുവല്ലറി ഐറ്റംസ് ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മുടെ ജോക്കർ ഇപ്പോൾ നിങ്ങൾക്ക് ആ കടം വാങ്ങിച്ച ആൾക്കാരെ എടുത്ത സ്വർണ്ണമെല്ലാം ഈ ഇവൻറ്റിൽ വെച്ചൂടെ, പുതിയ സാധനങ്ങളും പഴയ സാധനങ്ങളും ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ആരാനും നല്ല ഐഡിയ ആണല്ലോ എന്ന് പറയാണ്. എന്നിട്ട് അരാനാൻ്റെ അസിസ്റ്റൻസിൻ്റെ അടുത്ത് ശരി വാ നമുക്ക് ആ ജ്വല്ലറിയൊക്കെ ഇരിക്കുന്ന ആ ട്രഷർ റൂമിൻ്റെ അകത്തേക്ക് പോകാമെന്ന് പറയാണ്. ഇത് കേട്ടുകൊണ്ടിരുന്ന ജോക്കർ ട്രഷർ റൂമോ, എൻ്റെ ദൈവമേ, അപ്പോൾ അവിടെ ഒരുപാട് സ്വർണ്ണം ഉണ്ടാവുമല്ലോ, എന്നെ കൂടെ കൊണ്ടുപോകാമോ പ്ലീസ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. നമ്മുടെ ജോക്കർ ഒരു പെൺകുട്ടിയുടെ വേഷത്തിലൊക്കെ വന്നിരുന്നത് ഇത്രയും സോഫ്റ്റായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ അരാനെ നോ പറയാൻ പറ്റുന്നേ ഇല്ല. അവനങ്ങനെ സമ്മതിച്ചിട്ട് നമ്മുടെ ജോക്കറിനെയും കൂടെ കൊണ്ടുപോവാണ്. അങ്ങനെ അവിടെ റൂമിലെത്തിയപ്പോഴത്തേക്കും കടക്കാരിൽ നിന്ന് മേടിച്ചെടുത്ത സ്വർണ്ണവും മറ്റ് പല സാധനങ്ങളും എല്ലാം വില പിടിപ്പുള്ളതായിട്ട് തന്നെ എല്ലാം ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ആ സമയം നമ്മുടെ അരാൻ്റെ അസിസ്റ്റൻസ് ഞാൻ ഇതൊക്കെ തൊട്ട് നോക്കിക്കോട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ അരാൻ തുടരുത്, നോക്കിയാൽ മാത്രം മതി, കാരണം തൊട്ട് കഴിഞ്ഞാൽ അലാറം റിങ് ആവും, അപ്പോൾ അച്ഛന് അലർട്ട് പോവും, അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ തൊട്ട് നോക്കരുത്, കണ്ടാൽ മതി എന്ന് പറയാണ്. ഈ സമയം നമ്മുടെ ജോക്കർ നോക്കുന്ന സമയത്ത് അവിടെ ജുവലറി ഒക്കെ ഇരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു മോതിരം ഇരിപ്പുണ്ട്. അത് മോതിരം അവനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവാണ് നമ്മുടെ ജാക്കിൻ്റെ അമ്മയുടെ അച്ഛൻ്റെ വെഡ്ഡിങ് റിംഗ് ആയിട്ട് ഉണ്ടായിരുന്ന ആ ഒരു മോതിരമാണെന്ന്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ജോക്കറാണെങ്കിൽ അരാൻ്റെ അടുത്ത് ഇത് അടിപൊളി മോതിരമാണ്, ഇത് നിങ്ങൾ ആ ഒരു ഇവൻറ്റിൽ വെക്കണമെന്ന് പറയാണ്. കാരണം നമ്മുടെ ജോക്കറിൻ്റെയും ടാറ്റുവിൻ്റെയൊക്കെ ഇപ്പോഴത്തെ പ്ലാൻ എന്ന് പറയുമ്പോൾ ഈ സാധനങ്ങളെല്ലാം അടിച്ചു മാറ്റുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മോതിരമൊക്കെ ഇവൻറ്റിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോക്കറിന് എളുപ്പത്തിൽ ഇതൊക്കെ അടിച്ചു മാറ്റാൻ പറ്റും. അങ്ങനെ നമ്മുടെ ജോക്കർ ഇത് പറയുന്നതും അരാനും ശരിയാ അടിപൊളിയാ, നമുക്കത് ഇവൻറ്റിൽ വയ്ക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ജോക്കർ നമ്മുടെ അരാൻ ജുവലേഴ്സൊക്കെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു അസിസ്റ്റൻറ്റിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അതെ നിങ്ങൾക്ക് ആ ഒരു ഇവൻറ്റിന് മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ആവശ്യമുണ്ടോ എങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക, ഞാൻ വരാമെന്ന് പറയാണ്. ആ സമയം ആ ഒരു സ്റ്റാഫാണെങ്കിൽ പക്ഷേ നീ ഒരു കാര്യം മനസ്സിലാക്കുക, അരാനി കാണുന്ന പോലെ ഒന്നല്ല ഒടുക്കത്തെ പിശുക്കനായി, എനിക്ക് പോലും മര്യാദയ്ക്ക് ശമ്പളം തരത്തില്ല, എല്ലാം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് പൈസ ചിലവാക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഈ പരദൂഷണം പറയുന്നതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ജോക്കറും അഭിനയിച്ചുകൊണ്ട് എൻ്റെ ദൈവമേ അങ്ങനെയൊക്കെയാണോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ഈ ഒരു അരാൻ്റെ അതേ സെയിം സ്റ്റാഫ് തന്നെ അരാൻ്റെ കുറേ സാധനങ്ങൾ എടുക്കാനായിട്ട് അവൻ്റെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ അവിടെ പോയി ഡിക്കി തുറന്നിങ്ങനെ നോക്കുന്നതാണ്. നോക്കിയപ്പോൾ ഇഷ്ടംപോലെ സംഭവങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അരാനെ കോൾ ചെയ്തിട്ട് ഇതെല്ലാം ഞാൻ എടുക്കണോ, 2-3 ആൾക്കാരെ കൊണ്ട് അയക്കി, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറയാണ്. ആ സമയം അരാൻ പൈസ ഇട്ടിട്ടില്ല നീ ജോലി ചെയ്യുന്നത്, എല്ലാം കൊണ്ടുപോകാൻ പറഞ്ഞിട്ടും കോൾ കെട്ടിയിട്ട് പോവാണ്. ഈ ടൈമിന് നമ്മുടെ ജോക്കർ അടുത്തൊരു വേഷത്തിൽ ഇറങ്ങാണ്. വേഷം എന്ന് പറയുമ്പോൾ ഭയങ്കര ഹോട്ടായിട്ടുള്ളൊരു പയ്യത്തെ വേഷത്തിൽ തന്നെയാണ്. ഈ നമ്മുടെ ജോക്കറിനെ ഈ ഒരു ലുക്കിൽ കണ്ടപ്പോൾ തന്നെ അത് ആ പെൺകുട്ടിയായിട്ട് വന്ന ആളാണെന്നൊന്നും മനസ്സിലാവുന്നൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ജോക്കറിനെ ഇത്ര ഹോട്ടായിട്ട് കണ്ടപ്പോൾ എൻ്റെ ദൈവമേ അടിപൊളി ചെക്കനാണല്ലോ എന്നെല്ലാം ആ ഒരു സ്റ്റാഫ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നമ്മുടെ ജോക്കറിൻ്റെ മുന്നിൽ കുറേ കിടന്ന് അഭിനയിക്കുന്നുണ്ട്. അയ്യോ ഈ ലഗേജ് ഒന്നും എടുക്കുക, എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ വീണ് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജോക്കറിൻ്റെ അടുത്ത് ക്ലോസ് ആയി ചെല്ലുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന ഇവർ രണ്ടുപേരും, അതായത് നമ്മുടെ ജോക്കർ എന്തൊക്കെയോ പറഞ്ഞ് ഈ ഒരു സ്റ്റാഫിനെ കൊണ്ടുവന്നിട്ട് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഡ്രിങ്ക് ചെയ്യാണ്.
ആ സമയം നമ്മുടെ ആ ഒരാൾ ഡ്രിങ്ക് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ജോക്കറിൻ്റെ അകത്ത് നിനക്ക് അരാൻ അറിയാവോ, ഞാനിപ്പോൾ ഈ ലഗേജൊക്കെ എടുത്തില്ല അരാൻ്റെ, അതൊക്കെ ഭയങ്കര വിലപിടിപ്പുള്ള ബാഗാണെന്നാണ് അവൻ എൻ്റെ അടുത്ത് പറയുന്നത്. അത് പിന്നെ ഭയങ്കരമാണ്, എന്നെക്കാളും വിലപിടിപ്പുള്ളതാണ്, അത് മിസ്സാവാൻ പാടില്ല എന്നൊക്കെ അവൻ കുറേ ഇരുന്ന് പറഞ്ഞു. ഇവൻ എന്തായി ഉദ്ദേശിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഇവൻ ഡ്രിങ്ക് ചെയ്തിട്ടിരിക്കുന്നുണ്ട് തന്നെ അരാനെ കുറേ കുറ്റം പറയുന്നുണ്ട്. ഈ സമയം ജോക്കറാണെങ്കിൽ അയാളെ വീണ്ടും വീണ്ടും കുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുടിപ്പിച്ചിട്ട് ഇയാളെ ബോധം പോയി അങ്ങ് വീഴാണ്. ആ ഒരു ടൈമിന് നമ്മുടെ ജോക്കർ ഇയാളുടെ ഫോൺ എടുത്തിട്ട് നമ്മുടെ അരാനാണെങ്കിൽ ആ ഒരു ഇവൻറ്റിൽ വെക്കാൻ പോകുന്ന ആ ഒരു ജ്വല്ലറി ഐറ്റംസ് സംഭവങ്ങൾ എല്ലാം തന്നെ ഇയാളുടെ ഫോണിലുള്ളതുകൊണ്ട് തന്നെ അതെല്ലാം നോക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ബോക്സും എല്ലാ സംഭവങ്ങളും ഇവൻ ചെക്ക് ചെയ്യാണ്. അതിനുശേഷം കാണിക്കുന്നത് ഇവൻ നേരെ വീട്ടിലേക്ക് വന്നിട്ട് നമ്മൾ ടാറ്റുവിൻ്റെ അടുത്തത് ഈ സംഭവങ്ങളൊക്കെയാണ് വെക്കാൻ പോകുന്നത്, ഇതിൻ്റെയൊക്കെ ഡ്യൂപ്പ് നിനക്ക് ഉണ്ടാക്കാൻ പറ്റുമോ, നിനക്ക് ഇതിൻ്റെ ഡ്യൂപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, നീ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ടാറ്റു ഞാൻ ചെയ്യാമെന്ന് പറയാണ്. അങ്ങനെ അവനാണെങ്കിൽ അതിൻ്റെ ഡ്യൂപ്പും സംഭവങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. ജോക്കറും അവന് നാളെ ഇടാനുള്ള കോസ്റ്റ്യൂമും സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ സെറ്റായിരിക്കുകയാണ്. അതിനുശേഷം ടാറ്റു വാഷ്റൂമിലേക്ക് പോകുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഹോയ് ഫുഡ് വാങ്ങിയിട്ട് വരാണ്. നോക്കിയപ്പോൾ നമ്മുടെ ടാറ്റു ഉണ്ടാക്കി വെച്ചൊരു ഡ്യൂപ്പ് ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗ് എന്ന് പറയുമ്പോൾ അതിന് റിമോട്ട് കൺട്രോൾ ഉണ്ട്, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും. എന്നാൽ ഹോയി ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങ് സ്വിച്ച് പ്രസ് ചെയ്യാണ്. അങ്ങനെ അവൻ ഷോക്ക് അടിച്ച് കിടക്കാണ്. എന്നാൽ അവനൊന്നും പറ്റുന്നില്ല. ഇതേ സമയം ജോക്കറാണെങ്കിൽ നിനക്ക് വല്ല ഹെൽപ്പ് ചെയ്യാൻ വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്ത് ഈ ഫോട്ടോയിൽ കാണുന്നവൻ നാളെ ആ ഒരു ഇവൻറ്റിൽ കയറാതെ നീ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ്റെ ഫോട്ടോയും ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസം ഇവർ മൂന്നുപേരും കൂടിയിട്ട് ഇവരുടെ വണ്ടിയിൽ ആ ഒരു പ്ലാനൊക്കെ ചെയ്തതനുസരിച്ച് റെഡിയായിട്ട് വരുന്നതാണ്. നമ്മുടെ ജോക്കർ ഇപ്പോൾ വേറെ ഹെയറൊക്കെ വെച്ചിട്ട് ഫുള്ള് സെറ്റായിട്ട് വേറൊരാളായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇവർ ഇന്നലെ തന്നെ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇവർ ആ ഇവൻറ്റിൽ ചെന്നിട്ട് എല്ലാ സാധനങ്ങളൊന്നും മോഷ്ടിക്കുന്നില്ല, ജസ്റ്റ് നമ്മുടെ ബോസ് അയാൾക്ക് കടം കൊടുക്കാനുണ്ടായിരുന്ന ആ ആൾക്കാരുടെ കയ്യിൽ നിന്ന് എടുത്തു വെച്ച സ്വർണ്ണങ്ങൾ മാത്രമാണ് ഇവർ തിരിച്ചെടുക്കുന്നത്, സ്വർണ്ണവും സാധനങ്ങളും മാത്രം. അപ്പോൾ അതിൻ്റെ ഡ്യൂപ്പൊക്കെയാണ് നമ്മുടെ ടാറ്റു ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്നുകൂടി ചെക്ക് ചെയ്തിട്ട് ആ ഡ്യൂപ്പൊക്കെ അടിപൊളിയായിട്ടുണ്ട്, പിന്നെ ഞാൻ ഒന്നുകൂടി നിങ്ങളുടെ അടുത്ത് രണ്ടുപേരെടുത്തും പറയാം, നമുക്ക് എടുക്കാനുള്ള സാധനം അല്ലാതെ മറ്റൊരു സാധനവും ഈ ഇവൻറ്റിൽ നിങ്ങൾ എടുക്കരുതെന്ന് നമ്മുടെ ജോക്കർ വീണ്ടും ടാറ്റുവിൻ്റെ അടുത്തും ഹോയിയുടെ അടുത്തും പറയുന്നുണ്ട്. അതിനുശേഷം ഇവർ മൂന്നുപേരും ഇവരെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. മൂന്ന് വഴി കൂടെ ആ ഒരു ഇവൻറ്റിലേക്ക് കയറുന്നുണ്ട്. നമ്മുടെ ഹോയി ആണെങ്കിൽ ഫുഡ് കൊടുക്കാനുള്ള ആളായിട്ടാണ് വരുന്നത്. അങ്ങനെ ഫുഡാണെങ്കിൽ നമ്മുടെ അരാൻ്റെ ഒരു സ്റ്റാഫാണ് വന്ന് മേടിക്കുന്നത്. അങ്ങനെ ഫുഡ് വാങ്ങിച്ച് അരാൻ്റെ സ്റ്റാഫ് അകത്തേക്ക് ചെന്നിട്ട് എല്ലാവരുടെ അടുത്ത് ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് അയാളിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഈട്ടൻ അരാൻ വന്നിട്ട് നോലക്ക് എവിടെയാണെന്ന് ചോദിക്കുകയാണ്. അത് മറ്റാരുമല്ല, ജോക്കറിൻ്റെ കൂടെ ഇന്നലെ വൈകുന്നേരം ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു അരാൻ്റെ സ്റ്റാഫാണ്. നമ്മുടെ അരാൻ്റെ സ്റ്റാഫിൻ്റെ ബോധം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ജോക്കർ അയാളുടെ കയ്യിൽ നിന്ന് കുറേ സാധനങ്ങൾ ഇൻഫർമേഷനൊക്കെ എടുത്തിട്ട് അയാളെയും എവിടേക്കോ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാളിപ്പം ഇവൻറ്റിൽ വന്നിട്ടില്ല. അങ്ങനെ നൂലക്കിനെ കോൾ ചെയ്യാൻ പറയാണ്. അപ്പോൾ ആ ഒരു അസിസ്റ്റൻറ്റ് നമ്മുടെ അരാൻ പറഞ്ഞു കേട്ട് നൂലക്കിനെ കോൾ ചെയ്ത് നോക്കിയപ്പോൾ നൂലക്കിന് അതുവരെ ബോധം വന്നിട്ടില്ല. എന്നാൽ പെട്ടെന്ന് നൂലക്ക് ഉറക്കം എഴുന്നേറ്റിട്ട് അവൻ്റെ ഫോൺ എടുത്ത് സംസാരിക്കുകയാണ്. അപ്പം നോക്കിയപ്പോൾ ഇവൻ എവിടെയോ കിടക്കുവാണ്. അപ്പോൾ അതുവഴി പാസ് ചെയ്ത് പോയ ഒരാളെടുത്ത് നൂലക്ക് ഇത് ഏതാ സ്ഥലമെന്ന് വെച്ചപ്പോൾ കൊൻഖാൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം എന്ന് പറയുന്നുണ്ട്. അത് തായ്ലാൻഡിൽ തന്നെയുള്ള വേറെ ഏതോ ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവൻ ഇവിടെയാണെന്ന് കേട്ടിട്ട് ഉടനെ തന്നെ നമ്മുടെ അരാനും മറ്റേ അസിസ്റ്റൻറ്റും നീ അവിടെ എന്താ ചെയ്യുന്നതെന്ന് ഇത് കേട്ടിട്ട് ചോദിക്കുകയാണ്. ആ സമയം അയാളാണെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറയുന്നുണ്ട്. ഈ സമയം ആരാണെങ്കിൽ നീ എൻ്റെ ആ വിലപിടിപ്പുള്ള ബാഗും കൊണ്ടാണ് പോയത്, ഇവൻറ്റ് സ്റ്റാർട്ട് ആവാറായി, എനിക്ക് ആ ബാഗ് ഇവൻറ്റിൽ വെക്കണം, മര്യാദയ്ക്ക് ആ ബാഗ് കൊണ്ട് തിരിച്ച് വാ എന്ന് പറയുന്നുണ്ട്. ആ സമയം നമ്മുടെ നൂലക്കാണെങ്കിൽ സൗകര്യമില്ല, നിൻ്റെ കൂടെ ജോലി ഇടേനേക്കാളും ഞാൻ വേറെ വല്ല പണിയും പോയി എടുക്കുന്നതല്ല, മനുഷ്യന് ശമ്പളവും തരത്തില്ല, എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ കയറിയിട്ട് ആജ്ഞാപിക്കാൻ വരുന്നു. നിൻ്റെ മാങ്ങയുടെ ഷേപ്പ് ഇരിക്കുന്ന ആ മുഖം ഒന്ന് കൊണ്ടുപോയി ആദ്യം നേരെയാക്ക്, സൗകര്യം ഇല്ലെങ്കിൽ അതിന് നിന്നോട് വർക്ക് ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നൂലൊക്കെ കോൾ എത്തിയിട്ട് പോകുന്നുണ്ട്. അരാനും ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് എനിക്ക് ആ ബാഗ് കിട്ടിയേ പറ്റും, അത് ഇവൻറ്റിൽ വയ്ക്കാനുള്ള ഇമ്പോർട്ടൻ്റ് സാധനമാണെന്ന് പറയാണ്. ഈ ടൈമിന് ആ ഒരു അസിസ്റ്റൻ്റെ പേര് ജോയ്സ് എന്നാണ്. അപ്പോൾ നമ്മുടെ ജോയ്സ് അരാൻ്റെ അടുത്ത് നമുക്ക് വേറെ ഏതെങ്കിലും ബാഗ് എടുത്ത് ഇവൻറ്റിന് വെക്കാമെന്ന് പറഞ്ഞപ്പോൾ അരാൻ പറ്റത്തില്ല, എനിക്ക് അവൻ്റെ കയ്യിലുള്ള ആ ബാഗ് തന്നെ വേണം, അവനെ വീണ്ടും ഫോൺ ചെയ്യുന്ന പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഫോൺ ചെയ്യുമ്പോൾ നൂലൊക്കെ വീണ്ടും കോൾ എടുക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ നൂലൊക്കെയുള്ള അതേ സ്ഥലത്ത് തന്നെ മറ്റൊരു പയ്യൻ ഇരിപ്പുണ്ട്. ആ പയ്യൻ മറ്റാരുമല്ല, കഴിഞ്ഞ ദിവസം നമ്മുടെ ഹോയിയുടെ കയ്യിൽ നമ്മുടെ ജോക്കർ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവനാ ഇവൻറ്റിൽ വരാതെ നോക്കിക്കോണമെന്ന് പറഞ്ഞില്ലേ, ആ പയ്യനാണത്. ആ പയ്യൻ അരാൻ്റെ ഇവൻറ്റിൽ ഒരു മോഡലായിട്ട് നിൽക്കാൻ പോകുന്ന പയ്യനാണ്. അതായത് അരാൻ്റെ ഇവൻറ്റിൽ ജ്വല്ലറി സംഭവങ്ങൾ അതെല്ലാം ഇങ്ങനെ ഓരോ ആൾക്കാർ അത് മോഡൽസ് ആയിട്ടുള്ളവരുടെ കയ്യിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയാണ് അവർ ഈ മോഡലായിട്ട് പ്രദർശിപ്പിക്കുന്നത്. അപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരു പയ്യനാണത്. ജോക്കർ ഇപ്പോൾ ആ പയ്യനായിട്ട് ആ ഒരു പ്രോഗ്രാമിൽ മോഡലായിട്ടാണ് കയറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹോയിയുടെ അടുത്ത് പറഞ്ഞത് ആ ഒരു പയ്യൻ ആ പരിപാടിയിലെത്തരുതെന്ന്. അതുകൊണ്ട് ഹോയി കാണിച്ച പണിയായിരിക്കും ആ പയ്യനെ കുടിപ്പിച്ചിട്ട് അവനെ കുറേ അടിച്ച് പിതുക്കി നമ്മുടെ നൂലക്കുള്ള സ്ഥലത്ത് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആ പയ്യനും ബോധം വരുവാണ്. ഇതേ ടൈമിന് നമ്മളെ അരാൻ നൂലക്കനും കോൾ ചെയ്തപ്പോൾ നൂലക്ക് എന്തൊരു കഷ്ടമായതെന്നും പറഞ്ഞിട്ട് കോളും കട്ടിയൊരു ഫോൺ വലിച്ചെറിയാണ്. ചെന്നുകൊണ്ടത് ആ പയ്യൻ്റെ തലയിലാണ്. അവൻ്റെ ബോധം പിന്നെയും പോവാണ്.
ഇതേസമയം ജോയ്സ് അരാൻ്റെ അടുത്ത് വിളിച്ചിട്ട് നൂലൊക്കെ കോൾ എടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇതേസമയം നമ്മുടെ ജോക്കറാണെങ്കിൽ ഡ്രസ്സൊക്കെ ചെയ്ത് മോഡലായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജോക്കറിനെ കണ്ടതും അരാനാണെങ്കിൽ ഞാൻ ഈ പയ്യനെ മോഡലായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ ഡൗട്ട് ചോദിക്കുകയാണ്. ആ സമയം ജോയ്സ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ നമ്മുടെ ജോക്കറിനെ നോക്കിയിട്ട് പറയാണ്. കാരണം നമ്മുടെ അരാന് നമ്മുടെ ജോക്കറിനെ സെലക്ട് ചെയ്ത് ഓർമ്മയില്ല, കാരണം അവൻ്റെ മുഖം ഇപ്പോഴാണല്ലോ കാണുന്നത്. ഇതേസമയം ടാറ്റു അങ്ങോട്ടേക്ക് വരാണ്. ടാറ്റുവിൻ്റെ റോള് മറ്റൊന്നുമല്ല, നമ്മുടെ നൂലക്ക് ഇപ്പം അവിടെ ഇല്ലാത്തതുകൊണ്ട് നൂലക്ക് അവന് പകരം അയച്ച ആളായിട്ടാണ് നമ്മൾ ടാറ്റു വന്നേക്കുന്നത്. അങ്ങനെ ടാറ്റു നേരെ അരാൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ നൂലക്ക് അയച്ചതാണ്, നൂലക്കിപ്പോൾ സ്ഥലത്തില്ലല്ലോ, നിങ്ങൾ ഫോൺ ചെയ്ത് കാണുമല്ലോ, നൂലക്കിപ്പോൾ വേറെ സ്ഥലത്താണ്, അതുകൊണ്ടാണ് എന്നെ അയച്ചത്. ഇതാ നൂലക്ക് നിങ്ങൾക്ക് തരാൻ പറ്റാതിരുന്ന ആ ഒരു ബാഗ് ഇതാണെന്നും പറഞ്ഞിട്ട് ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻ്റ് വെക്കാനുള്ള ബാഗ് കൊടുക്കുകയാണ്. ഈ ബാഗ് മറ്റൊന്നുമല്ല, നമ്മുടെ ടാറ്റു ഇന്നലെ ഇരുന്ന് ഉണ്ടാക്കിയതാണ്. ഈ ബാഗിൽ ടച്ച് ചെയ്തിട്ട് ആ റിമോട്ടിൽ പ്രസ് ചെയ്യുമ്പോഴാണ് ഷോക്ക് അടിക്കുന്നത്. അങ്ങനെ ആ ഒരു ബാഗ് അരാൻ്റെ കൊടുത്തതും അരാൻ ഫുള്ളിന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അരാനാണെങ്കിൽ ഡ്യൂപ്പാണെന്ന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ബാഗ് എനിക്ക് തിരിച്ച് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവൻ ഹാപ്പി ആവാണ്. അതിനുശേഷം എല്ലാ മോഡൽസിനെയും നിരത്തി നിർത്തുകയാണ്. 5 മോഡൽസ് എന്താണുള്ളത്. അപ്പോൾ നാക്കോട്ട് നമ്മുടെ ജാക്കും ഉണ്ട്. ഈ സമയം നമ്മുടെ അരാനാണെങ്കിൽ 5 മോഡൽസിൻ്റെ അടുത്തും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾക്ക് കിട്ടുന്ന ആ ജുവല്ലറി റെയർ ഐറ്റം ജുവല്ലറിയാണ്. നിങ്ങളതിനെ ഈ ഒരു മോഡലിംഗ് പരിപാടി ഈ ഒരു ഇവൻറ്റ് കഴിയുന്നത് സൂക്ഷിക്കണം. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത് കളങ്ങി പോകുന്ന പേടിയുണ്ടെങ്കിൽ പേടിക്കേ വേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ബോഡി ഗാർഡ്സിനെ കിട്ടുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ബോഡി ഗാർഡ്സിൻ്റെ അടുത്ത് എല്ലായിടത്തും അകത്ത് വരാൻ പറയാണ്. ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ജാക്കായിരുന്നു. ജാക്കിനെ കണ്ടതും ജോക്കറാണെങ്കിൽ പെട്ടല്ലോ ദൈവമെന്ന് പറഞ്ഞിരിക്കുകയാണ്. കാരണം നമ്മുടെ ജാക്കിന് ജോക്കറിനെ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ ടാറ്റുവും അവിടെ നിൽപ്പുണ്ട്, നമ്മുടെ നൂലക്കിന് വരം ഒരു അസിസ്റ്റൻ്റായിട്ട് അഭിനയിച്ചുകൊണ്ട്. അപ്പോൾ നമ്മുടെ ടാറ്റു നമ്മുടെ ജാക്കിനെ കണ്ടിട്ട് പൊളിയാറായെന്ന് മനസ്സിലായപ്പോൾ എല്ലാ മോഡൽസിനും സ്റ്റൈലായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഓരോരോ കണ്ണാടി വയ്ക്കാൻ കൊണ്ടാണ്. ഈ കണ്ണാടിയൊക്കെ വെച്ചപ്പോൾ ഒരുവിധം ഹെയർ സ്റ്റൈലെല്ലാം മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോക്കറിനെ അത്ര പെട്ടെന്ന് നമ്മുടെ ജാക്കിന് മനസ്സിലാവില്ല. അങ്ങനെ ഓരോരോ ബോഡി ഗാർഡ്സും ഓരോരോ മോഡൽസിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. നമ്മുടെ ജോക്കറിന് കിട്ടിയ ബോഡി ഗാർഡ് മറ്റാരും നമ്മുടെ ജാക്ക് തന്നെയാണ്. അങ്ങനെ ജോക്കറാണെങ്കിൽ പിടിക്കപ്പെടാതിരിക്കണം എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം പരിപാടി തുടങ്ങാൻ പോകുന്നതിന് മുമ്പേ എല്ലാ ബോഡി ഗാർഡ്സും മോഡൽസിൻ്റെ അടുത്ത് നിന്നിട്ട് ഓരോരോ ജുവലറീസ് ഒക്കെ ഇടാൻ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ജാക്കാണെങ്കിൽ നമ്മുടെ ജോക്കറിന് ഇടാൻ കൊടുത്ത ജുവലറി നമ്മുടെ ജാക്കിൻ്റെ പാരൻസിൻ്റെ ആ വെഡ്ഡിങ് റിങ് തന്നെയാണ്. ജാക്ക് നമ്മുടെ ജോക്കറിൻ്റെ കയ്യിൽ ഈ റിങ് ഇട്ട് കൊടുക്കുന്ന സമയത്തൊന്നും തന്നെ ഇത് തനിക്ക് വേണ്ടപ്പെട്ട ഒരു റിങ്ങാണ് എന്നൊന്നും തന്നെ അവനവൻ്റെ മുഖത്ത് പ്രകടിപ്പിക്കുന്നതേ ഇല്ല. ഇതേസമയം നമ്മുടെ ഹോപ്പാണെങ്കിൽ ഇതൊക്കെ കണ്ടുകൊണ്ടിപ്പോണ്ടായിരുന്നു. ഹോപ്പും ഒരു ബോഡി ഗാർഡാണ്, ബോസിൻ്റെ അസിസ്റ്റൻസാണ് ഇവരെല്ലാവരും. പക്ഷേ അരാനാണെങ്കിൽ ബോസിൻ്റെ മകനാണല്ലോ, അപ്പോൾ അഫ്കോഴ്സ് അരാൻ്റെയും അസിസ്റ്റൻസാണ് ഇവരെല്ലാവരും. അപ്പോൾ നമ്മുടെ ഹോപ്പാണെങ്കിൽ നമ്മുടെ ജാക്കിൻ്റെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു മോഡലിൻ്റെ ബോഡി ഗാർഡാണ് ഇപ്പോൾ ഉണ്ട്. നമ്മുടെ ജാക്ക് അവൻ്റെ പാരൻസിൻ്റെ വെഡ്ഡിങ് റിങ് തന്നെ ജോക്കറിന് ഇട്ട് കൊടുക്കുന്ന കണ്ടിട്ട് നിനക്ക് നിൻ്റെ പാരൻസിൻ്റെ റിങ് എന്നെ സംരക്ഷിക്കാനുള്ള ഒരു അവസരം കിട്ടിയല്ലോ, നിൻ്റെ സ്ഥാനത്ത് ഞാനായിട്ടായിരുന്നെങ്കിൽ ഈ സാധനം എടുത്തുകൊണ്ട് ഈ നേരെ കൊണ്ട് മുങ്ങിയേനെ എന്നൊക്കെ എന്നെ പറയുന്നുണ്ട്. അതിനുശേഷം പരിപാടി തുടങ്ങാൻ പോവുകയാണ്. എൻ്റെ ജാക്കാണെങ്കിൽ ജോക്കറിൻ്റെ അടുത്ത് എന്നാൽ ശരി നമുക്ക് പോയാലോന്നൊക്കെ ചോദിച്ചപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് കൂടെ പോകുന്നുണ്ട്. അങ്ങനെ ഓരോ ബോഡി ഗാർഡ്സും അവരുടെ കൂടെയുള്ള മോഡൽസും എല്ലാവരും ഇങ്ങനെ നിരന്നിരിക്കുന്ന സമയത്ത് അരാൻ എല്ലാവരും ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. ഈ സമയമാണ് നമ്മുടെ ജോയ്സിൻ്റെ കയ്യിലായിരുന്നു ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ തൊട്ടടുത്ത് നമ്മുടെ ടാറ്റു ഒക്കെ നിൽപ്പുണ്ട്. ആ സമയം നമ്മുടെ ജോയ്സ് ഇങ്ങനെ നോക്കി പോകുന്ന സമയത്ത് നമ്മുടെ ഹോപ്പിനെ കണ്ടതും നീ ഒരു സുന്ദരനാണല്ലോ, നീ ബോസിൻ്റെ അസിസ്റ്റൻസ് ആണെന്ന് തോന്നുന്നല്ലേ, ഞാൻ ജോയ്സാണ്, ഞാൻ നമ്മുടെ അരാൻ്റെ അസിസ്റ്റൻ്റാണ്, അടിപൊളിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഫ്ലേർട്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇതേസമയം നമ്മുടെ നേരത്തെ ഹോയി ആണല്ലോ അഭിനയിച്ച് ഫുഡ് ഡെലിവറി ചെയ്ത് കൊണ്ടു കൊടുത്തത്. ഈ ഫുഡിൽ എന്തോ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിച്ച നമ്മുടെ ജോയ്സ് ഉൾപ്പെടെയല്ല അവിടെ ഉണ്ടായിരുന്ന മിക്ക ബോഡി ഗാർഡ്സിനും നമ്മുടെ ജാക്കിനെയും ഹോപ്പിനെയും ഒഴിച്ച് അരാനെയും ഒഴിച്ച് മറ്റെല്ലാ ബോഡി ഗാർഡ്സിനും ജോയ്സിനും ഒക്കെ വയറ്റിന് എന്തോ ഒരു പ്രോബ്ലം തോന്നുകയാണ്. അങ്ങനെ അവരെല്ലാവരും ഉടനെ തന്നെ വാഷ്റൂമിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ ഹോപ്പിനും ഇത് കണ്ടിട്ട് എന്തോ ഒരു പന്തികേട് തോന്നിയിട്ട് നമ്മുടെ ജാക്കിൻ്റെ അടുത്ത് നീ നോക്കിക്കോ, ഞാൻ ഇപ്പോൾ വരെ എനിക്കൊന്ന് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവനും കൂടെ പോവാണ്. ജോയ്സ് പോകുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ ഇരുന്ന ഇമ്പോർട്ടൻറ്റ് ബാഗ് നമ്മൾ ടാറ്റുവിനെ ഏൽപ്പിക്കുകയാണ്. പക്ഷേ അത് ആക്ച്വലി നമ്മുടെ ടാറ്റു ഉണ്ടാക്കി ഫേക്കാണ്. അത് നമ്മുടെ ടാറ്റുവിനെ ഏൽപ്പിച്ചിട്ട് നീ നോക്കിക്കോണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജോയ്സും വാഷ്റൂമിലേക്ക് പോവുകയാണ്. അതിനുശേഷം ഇവൻറ്റ് സ്റ്റാർട്ടാവുകയാണ്. ഓരോരോ മോഡൽസ് വന്നിട്ട് അവർ റൺവേ കൂടെ നടന്ന് ഭയങ്കര അടിപൊളിയായിട്ടൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഓരോ ബോഡി ഗാർഡ്സ് നടക്കുമ്പോഴും റൺവേയുടെ സൈഡിൽ കൂടെ തന്നെ അവരുടെ ബോഡി ഗാർഡ്സ് നടക്കുന്നുണ്ടായിരുന്നു. കാരണം ഒരു തരത്തിലും ആ ഒരു നെക്ലേസും സംഭവവും ജ്വല്ലറീസും ഒന്നും തന്നെ മാറിപ്പോവാനോ മോഷ്ടപ്പെടാനോ ഒന്നും പാടില്ല. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് നമ്മുടെ ജോക്കറായിരുന്നു നടന്നത്. ജോക്കർ നടക്കുന്ന സമയത്തും കൂടെ നമ്മുടെ ജാക്ക് നടക്കുന്നുണ്ട്. ജോക്കർ റൺവേയിൽ നടന്നിട്ട് തിരിയുന്ന ടൈമിൽ പെട്ടെന്ന് തന്നെ അവൻ്റെ കൈയാണ് ഈ പോക്കറ്റിലേക്ക് ഇടുന്നുണ്ട്. ആ പോക്കറ്റിലിടുന്ന ടൈമിൽ തന്നെ റിങ് കൊണ്ട് പോക്കറ്റിലാക്കിയിട്ട് ഒരു ഫേക്ക് റിങ് എടുത്ത് അവിടെ കയറ്റുവാണ്. കാരണം ജാക്കിൻ്റെ റിങ് മോഷ്ടിച്ചാൽ മാത്രമേ നമ്മുടെ ജാക്കിന് ആ ഒരു റിങ് പിന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ജീവിതകാലം മൊത്തം ആ റിങ് ബോസിൻ്റെ കയ്യിലായി പോവും.
അതിനുശേഷം ലാസ്റ്റ് റൺവേ നടക്കാൻ അരാനായിരുന്നു വന്നത്. അരാനാണെങ്കിൽ നമ്മുടെ ടാറ്റു ഉണ്ടാക്കിയ ആ ഒരു ഡ്യൂപ്പ് അടിപൊളി ആ ഒരു ബാഗ് അതും പിടിച്ചുകൊണ്ടായിരുന്നു വന്നത്. അങ്ങനെ ആ ബാഗ് അവനിങ്ങനെ റൺവേ കൂടെ നടത്തിയ ശേഷം ആ ബാഗ് തിരിച്ച് അവൻ്റെ ബോഡി ഗാർഡിൻ്റെ കൈ കൊടുക്കുകയാണ്. ബോഡി ഗാർഡിൻ്റെ കൈ കൊടുത്തതും അത് കണ്ടുകൊണ്ട് നമ്മുടെ ടാറ്റു ഉടനെ തന്നെ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യാണ്. ബോഡി ഗാർഡിന് ഷോക്ക് അടിച്ച് അയാൾ അവിടെ വീഴുന്നുണ്ട്. ഇതേ ടൈമിന് സ്റ്റേജിൻ്റെ ബാക്കിലോട്ടെത്തിയ നമ്മുടെ ജാക്കാണെങ്കിൽ ജോക്കറിൻ്റെ അടുത്ത് ആ ഒരു കൈ നീട്ടിക്ക് എനിക്ക് ആ റിങ് ചെക്ക് ചെയ്യണമെന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ജാക്കാണെങ്കിൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ജോക്കറിന് ടെൻഷൻ ആവുകയാണ്. കാരണം ജാക്കിൻ്റെ പാരൻസിൻ്റെ റിങ്ങാണത്. ജാക്കിന് അതുകൊണ്ട് തന്നെ നമ്മുടെ ജോക്കർ എത്ര അടിപൊളിയായിട്ട് ഒരു ഡ്യൂപ്പ് ഉണ്ടാക്കി വെച്ചാലും ഒരു പക്ഷേ അത് ഡ്യൂപ്പാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചേക്കും. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ അത് പതുക്കെ പതുക്കെ ഇങ്ങനെ കൈ ഇങ്ങനെ പേടിച്ച് നീട്ടാൻ പോവാണ്. ആ ടൈമിലാണ് അവിടെ ഷോ നടക്കുന്നതിനൊരു സൗണ്ട് കേൾക്കുന്നത്. അങ്ങനെ നോക്കുന്ന ടൈമിന് ആ ഒരു ബോഡി ഗാർഡ് ഷോക്ക് അടിച്ച് അവിടെ കിടക്കുന്നുണ്ട്. എല്ലാവരും ഞെട്ടുന്നുണ്ട്. ഇതേ ടൈമിന് തന്നെ നമ്മുടെ ടാറ്റു പെട്ടെന്ന് ഓടി വന്നിട്ട് ഒരു ടെക്നിക്കൽ എററുണ്ട്. എല്ലാ ആക്സസറീസിലും ഔട്ട്ഫിറ്റ്സിലും കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. കാരണം ആ ഒരു ഷോക്ക് അടിച്ച ബാഗിൽ ലൈറ്റൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു മോഡൽസും ഒക്കെ ഇട്ടേക്കുന്ന സാധനങ്ങളിലും എല്ലാത്തിലും തന്നെ ലൈറ്റൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സ്റ്റൈലായിട്ട് ചെയ്തെടുത്ത ഔട്ട്ഫിറ്റാണ്. മറ്റേ ഷോക്ക് അടിക്കാൻ കാരണം ടാറ്റു അതിലങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടാണ്. എന്നാൽ മറ്റവരുടെ ഡ്രസ്സിൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇപ്പോൾ ഇവർക്ക് സ്വർണ്ണം മോഷ്ടിക്കാൻ ഈ ഒരു പ്ലാൻ ആയതുകൊണ്ട് തന്നെ ടാറ്റു വന്നിട്ട് എല്ലാവരുടെ ഡ്രസ്സിനും ലൈറ്റ് വെച്ചിട്ടുണ്ട്. എന്നാൽ ഇതിനൊക്കെ എന്തൊക്കെ ഒരു ടെക്നിക്കൽ എറേഴ്സ് ഉണ്ട്. എല്ലാ മോഡൽസും അവരിട്ടേക്കുന്ന ആക്സസറീസും ജുവലറീസും എല്ലാം ഇങ്ങനെ അഴിച്ചു തരാനായിട്ട് പറയാണ്. അങ്ങനെ എല്ലാ മോഡൽസും അവരിട്ടേക്കുന്ന കോട്ടൊക്കെ ഇങ്ങനെ അഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ടാറ്റു ആണെങ്കിൽ ആക്സസറീസ് എല്ലാം ഒരു ബോക്സിൽ ഇങ്ങനെ മേടിക്കുകയാണ്. ആ ബോക്സിൽ ഇങ്ങനെ മേടിക്കുന്ന ടൈമിന് ടാറ്റുവിനെ വർക്ക് ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് വിളിക്കുകയാണ് സ്റ്റേജിലോട്ട്. അതുകൊണ്ട് തന്നെ ടാറ്റു പെട്ടെന്ന് അവരെ എടുത്ത ആ ഒറിജിനൽ ഡയമണ്ട്സ് എല്ലാം പെട്ടെന്ന് ഇവൻ്റെ പോക്കറ്റിലേക്ക് കയറ്റിയിട്ട് ഇവൻ ഉണ്ടാക്കി ഫേക്ക് എല്ലാം പെട്ടെന്ന് ബോക്സിലേക്ക് വെക്കുകയാണ്. അങ്ങനെ ബോക്സിലേക്ക് വെച്ചിട്ട് ഇവൻ നിൽക്കുന്ന ടൈമിന് ജാക്ക് വന്നിട്ട് ആ ബോക്സ് മേടിക്കുന്നുണ്ട്. ടാറ്റും അവിടെ നടന്നു പോകണം ഒറിജിനലുമായിട്ട്. നമ്മുടെ ജാക്കിനാണെങ്കിൽ ഇതൊക്കെ ഫേക്കാണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ടാറ്റു അത്രയും പെർഫെക്ഷനായിട്ടാണ് ഉണ്ടാക്കിയത്. ഈ ടൈമിനാണ് അവസാനം നമ്മുടെ ജോക്കർ അവൻ്റെ കൈ കിടന്ന മോതിരം വെക്കാൻ പോയത്. മോതിരം വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ജോക്കറും ഡ്രസ്സ് മാറ്റാനായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജാക്ക് ആണെങ്കിൽ അവൻ്റെ പാരൻസിൻ്റെ റിങ് ആയതുകൊണ്ട് തന്നെ അത് കറക്റ്റല്ലേ ഒറിജിനൽ വീണ്ടും ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് ഡ്യൂപ്പാണെന്ന് ഇവന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഇവ ഉടനെ തന്നെ ഡ്രസ്സിങ് റൂമിലേക്ക് പുറകെ പോയിട്ട് എല്ലാ മോഡൽസിൻ്റെ അടുത്തും അവരുടെ കണ്ണാടി മാറ്റിയിട്ട് അവരെ സ്വയം റിവീൽ ചെയ്യാനായിട്ട് പറയാണ്. ഇതേ സമയം എല്ലാവരും റിവീൽ ചെയ്യുന്നുണ്ട്. ജോക്കർ മാത്രം റിവീൽ ചെയ്യാതെ നിൽക്കുകയാണ്. പക്ഷേ അവസാനം അവന് റിവീൽ ചെയ്യേണ്ടി വരികയാണ്. അങ്ങനെ അവൻ ആ കണ്ണാടി മാറ്റിയിട്ട് അവന് മുഖം കാണിക്കാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവൻ ഓടിയിട്ട് ഇവർ നിൽക്കുന്ന റൂമിൻ്റെ ഡോർ ലോക്ക് ചെയ്തിട്ട് ഇവൻ അങ്ങ് ഇറങ്ങിയോണ്ട് രക്ഷപ്പെടാണ്. അങ്ങനെ ഓടി ഇവനൊരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഹോയിനെ കോൾ ചെയ്തിട്ട് ഹോയി വണ്ടി റെഡിയാക്കി വയ്ക്കും ഞാനിപ്പോൾ എത്തുമെന്ന് പറഞ്ഞിട്ട് ടാറ്റുവിനെ കോൾ ചെയ്യാണ്. ഇതേ സമയം നമ്മൾ ടാറ്റു അരാൻ്റെ അടുത്ത് പെട്ടിയിരിക്കായിരുന്നു. അരാൻ ടാറ്റുവിനെ വിളിച്ചിട്ട് ആ ഒരു ബാഗിൽ അങ്ങനെ സംഭവിക്കാൻ കാരണം എന്താ, നീ എന്തെങ്കിലും പണി ഒപ്പിച്ചാണെന്ന് വെച്ചപ്പോൾ ടാറ്റു ഞാനൊന്നും ചെയ്തില്ല, നൂലക്ക് എൻ്റെ അടുത്ത് ഈ ബാഗ് ഏൽപ്പിച്ചിട്ട് നിങ്ങൾക്ക് കൊണ്ട് തരാൻ പറഞ്ഞു, എനിക്ക് മറ്റൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം അരാൻ ഇത് മിക്കവാറും നൂലക്കിൻ്റെ പരിപാടി ആയിരിക്കും, അവനെ ഞാൻ വെറുതെ വിടില്ല, ഇവനെ ഞാൻ ഈ ജോലിക്ക് വച്ചേക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ടാറ്റുവിൻ്റെ അടുത്ത് നീ നന്നായിട്ടൊന്ന് വർക്ക് ചെയ്തു, ഇനി എന്തെങ്കിലും കൊണ്ടെങ്കിൽ ഞാൻ നിന്നെ വിളിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം ടാറ്റു ആണെങ്കിൽ നമ്മുടെ അരാൻ്റെ കഴുത്തി കിടക്കുന്ന അവൻ്റെ അമ്മയുടെ മാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം അതാണെങ്കിൽ അവൻ നോട്ടോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജോക്കർ ഓൾറെഡി പറയുകയാണ് നമുക്ക് എടുക്കേണ്ട സാധനമല്ലാതെ മറ്റൊന്നും എടുക്കരുതെന്ന്. എന്നാൽ ടാറ്റു ആ ഒരു കാര്യമൊന്നും ഇപ്പം ആലോചിക്കുന്നില്ല. അങ്ങനെ അവനെ അടവെടുത്തിട്ട് നമ്മുടെ അരാൻ്റെ കയ്യിൽ നിങ്ങൾ ഇട്ടേക്കുന്ന ഡ്രസ്സിലും എന്തോ ഒരു കറണ്ടിൻ്റെ സ്പാർക്ക് ഞാൻ കണ്ടു, അത് ഞാൻ അഴിച്ചു മാറ്റി തരാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കോട്ടും അഴിച്ചു മാറ്റാണ്. ഈ ടൈമിന് ആ ഒരു മാല ഇവ എടുക്കുന്നുണ്ട്. എന്നാൽ അത് അരാൻ അറിയുന്നില്ല. ഇത് സമയം അരാൻ്റെ അസിസ്റ്റൻറ്റ് വന്നിട്ട് ഇത് പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട്, പരിപാടി ഇവിടെ നിൽക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അരാൻ അങ്ങനെ നിർത്താൻ പറ്റില്ല, എൻ്റെ അച്ഛൻ എന്നെ കൊന്നാലും ഷോ കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ, എനിക്ക് വേറൊരു കോട്ടെടുത്ത് റൺവേയിലേക്ക് ഞാൻ ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ട് അരാനൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഈ സമയം ടാറ്റുവും ആ ഒരു ജുവലറിയും കൊണ്ട് അവനും ഇങ്ങനെ നടന്നു വരാണ്. ഈ സമയം നമ്മുടെ ജോക്കറാണെങ്കിൽ ടാറ്റുവിനെ കൊടുത്തിട്ട് നീ ഇതെവിടെയാണ്, ഞാനിങ്ങനെ ഫ്രണ്ടിലെത്തി വരാനായിട്ട് പറയുന്നുണ്ട്. ടാറ്റു അങ്ങനെ നമ്മുടെ ജോക്കറിൻ്റെ അടുത്ത് എത്തിയതും ഇവരെ ചുറ്റും ബോഡി ഗാർഡ്സ് വളയുവാണ്. ആ ടൈമിൽ ടാറ്റു പെട്ടെന്ന് ഞാനും നിങ്ങളുടെ കൂടെയുള്ളൊരു ബോഡി ഗാർഡാണ്, ഞാൻ കള്ളനല്ല, അവനാണ് അത് മോഷ്ടിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജോക്കറിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ജോക്കറിൻ്റെ പുറകെ പോകുന്നുണ്ട്. ടാറ്റു അങ്ങനെ രക്ഷപ്പെടുകയും ചെയ്യുകയാണ്. അതിനുശേഷം കാണിക്കുന്ന സീനാണ് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൽ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത്. അതായത് നമ്മുടെ അരാൻ്റെ അടുത്ത് ഒരു ബോഡി ഗാർഡ് വന്നിട്ട് നിങ്ങളുടെ സാധനം മാത്രമല്ല ഡെപ്റ്റേഴ്സിൻ്റെതും കളക്ടേഴ്സിൻ്റെതും എടുത്തതെല്ലാം അവർ മാറ്റിയിട്ട് ഫേക്ക് സാധനമാണ് നമുക്ക് തന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. ഈ സീൻ ഈ ഒരു ഭാഗത്താണ് നടക്കുന്നത്. അങ്ങനെ ആ ഒരു സീൻ കഴിഞ്ഞപ്പോഴാണ് എല്ലാ ബോഡി ഗാർഡ്സും നമ്മുടെ ജോക്കറിനെ പിടിക്കാനായിട്ട് ഓട്ടിക്കുന്നതും ജോക്കർ റൂമിൽ കയറി ഡോർ അടച്ചപ്പോൾ അതിൻ്റെ അകത്തേക്ക് ജാക്ക് വന്നതും ജാക്ക് നമ്മുടെ ജോക്കറിനെ കണ്ടിട്ട് അപ്പോൾ നീയാണല്ലേ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞതും. അങ്ങനെ ആ ഒരു സീൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീടുള്ള ഭാഗം നമ്മളെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, നമ്മളെന്തായാലും പാസ്റ്റിലേക്കായിരുന്നു പോയത്. എന്നാൽ ഇപ്പം അതിൻ്റെ കണ്ടിന്യൂഷൻ കാണിക്കുന്ന സമയത്ത് നമ്മുടെ ജാക്കാണെങ്കിൽ ജോക്കറിനെ കണ്ടതും അവൻ്റെ അടുത്ത് ദേഷ്യം തോന്നിയിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. എന്നിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജാക്കാണെങ്കിൽ ജോക്കർ തന്നെയാണ് തൻ്റെ പാരൻസിൻ്റെ റിങ് എടുത്തിട്ട് ഫേക്ക് അവിടെ വെച്ചതെന്ന് മനസ്സിലായിട്ട്
ആ ഒറിജിനൽ റിങ് നമ്മുടെ ജോക്കറിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നത് ഇവ എടുത്തിട്ട് മര്യാദയ്ക്ക് തിരിച്ച് അരാൻ്റെ കൈ കൊണ്ടു കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ജോക്കറാണെങ്കിൽ ഞാനിത് നിനക്ക് തിരിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എടുത്തത്, ഞാനാണെങ്കിൽ എല്ലാ കടക്കാർക്കും അവരുടെ സാധനങ്ങൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ മോഷ്ടിച്ചത്, അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടല്ല, നീ ഇത് തിരിച്ചെടുക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ജാക്ക് കള്ളം പറയല്ലേ, ഇതൊക്കെ നിനക്ക് വിൽക്കാനായിട്ടല്ലേ നീ മോഷ്ടിച്ചത്, മര്യാദയ്ക്ക് തിരിച്ച് അരാൻ്റെ തന്നെ കൊണ്ടു കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ജോക്കറാണെങ്കിൽ ഇത് ഞാൻ നിനക്ക് തരാൻ വേണ്ടിയിട്ടാണ് എടുത്തത്, നിൻ്റെ പാരൻസിൻ്റെ റിങ് അല്ലേ ഇതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതേ ടൈമിന് മറ്റ് ബോഡി ഗാർഡ്സ് അങ്ങോട്ടേക്ക് വരുന്നത് കാണുകയാണ്. അത് കണ്ടിട്ട് നമ്മുടെ ജോക്കറാണെങ്കിൽ നമ്മുടെ ജാക്കിൻ്റെ കയ്യിൽ ആ ഒരു റിങ് കൊടുത്തെങ്കിലും ജോക്കറാണെങ്കിൽ കൊടുത്തതൊന്നും വാങ്ങാൻ നിൽക്കാതെ ജാക്ക് തിരിച്ച് അതേ റിങ് നമ്മുടെ ജോക്കറിൻ്റെ കൈ കൊടുത്തിട്ട് പെട്ടെന്ന് ഇവിടെ ഓടി രക്ഷപ്പെടാനായിട്ട് പറയാണ്, മറ്റ് ബോഡി ഗാർഡ്സ് കാണാതെ. അങ്ങനെ നമ്മുടെ ജോക്കറാണെങ്കിൽ അവിടെ നിന്ന് ഓടി പുറത്തേക്കിറങ്ങി രക്ഷപ്പെടുന്നുണ്ട്. ഇതേ സമയം ടാറ്റുവിനെയും ഹോയിനെയും കാണിക്കുമ്പോൾ ഇവരാണെങ്കിൽ ആ കാർ പാർക്കിങ്ങിൽ വണ്ടിയിലിങ്ങനെ ഇരിപ്പുണ്ട്. ആ സമയം നമ്മൾ ടാറ്റു ആണെങ്കിൽ സ്പ്രേ പെയിൻ്റ് എടുത്തിട്ട് ഒരു സാഡായിട്ടുള്ളൊരു സ്മൈലിയുടെ മുഖമൊക്കെ അവിടെ ചുമരിലിങ്ങനെ വരച്ച് വെക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം വണ്ടി കയറി ഇരുന്ന് കഴിഞ്ഞിട്ട് ടാറ്റു വണ്ടി എടുത്ത് പോകാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഹോയ് പറ്റത്തില്ല, നമ്മൾ ജോക്കറിന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ടേ, നീ എന്തിനും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ജോക്കർ നമ്മൾ ഹെൽപ്പ് ചെയ്തില്ല, അവൻ ഇട്ടിട്ട് പോകാനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ടാറ്റു മര്യാദയ്ക്ക് വണ്ടി എടുക്കാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഹോയ് സമ്മതിക്കുന്നില്ല. അതേസമയം അങ്ങോട്ടൊരു ബോഡി ഗാർഡ് വന്നിട്ട് ഇവരെ കാണുന്നത് കൊണ്ട് തന്നെ ഹോയ്ക്ക് വണ്ടി എടുക്കാൻ പറ്റാതെ വേറെ നിവർത്തിയില്ലാതെ അവനാണെങ്കിൽ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അതിനുശേഷം കാണിക്കുന്നത് ഇവർ രണ്ടുപേരും കൂടെ ആയിട്ട് അരാൻ്റെന്ന് മോഷ്ടിച്ച, അതായത് നമ്മുടെ ടാറ്റു അരാൻ്റെന്ന് എടുത്ത അവൻ്റെ ആ ഒരു മാല അത് പണയം വെച്ചിട്ട് അതിൻ്റെ പൈസയെ കൊണ്ട് ഇങ്ങനെ നടന്നു വരാണ്. നമ്മുടെ ജോക്കർ ഓൾറെഡി അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ജോക്കറെ കണ്ടതും ഹോയും ടാറ്റും ഐ എം സോറി, അത് പിന്നെ അവസ്ഥ കൊണ്ട് ചെയ്തു പോയെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ജോക്കർ ഓഹോ നിങ്ങൾക്ക് ഇനി എൻ്റെ സംസാരിക്കാനൊക്കെ തോന്നുന്നുണ്ടോ, ഞാൻ പറഞ്ഞില്ല ഈ വക സാധനം ഒന്ന് മോഷ്ടിക്കാൻ നിൽക്കരുതെന്ന്, പിന്നെ ഞാൻ നിങ്ങളടുത്ത് ക്ഷമിക്കണമെങ്കിൽ നിങ്ങളെ കടക്കാരിൽ നിന്ന് എടുത്ത നമ്മളെടുത്ത സാധനങ്ങളെല്ലാം അവരെ തന്നെ തിരിച്ചു കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം അവരാണെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും കൊടുത്തോളാം. ആ സമയം ടാറ്റു നിങ്ങൾ ഹോയുടെ അടുത്ത് ദേഷ്യപ്പെടണ്ട, ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതാണ്, അത് പിന്നെ ഞാൻ ഈ അരാൻ്റെ സ്വർണ്ണം എടുത്തിപ്പോൾ പണയം വെച്ച് പൈസ എടുത്തില്ലായിരുന്നെങ്കിൽ എനിക്ക് തിരിച്ച് ബോസിന് പൈസ കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു, ബോസ് എൻ്റെ അമ്മേനെ ഉപദ്രവിക്കുകയും ചെയ്യും, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തു പോയത്, ഐ എം സോറി, പിന്നെ ഇതിൽ നിന്ന് പകുതി പൈസ നിങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട് പകുതി നമ്മുടെ ജോക്കറിന് കൊടുക്കുന്നുണ്ട്, എന്നാൽ ജോക്കർ എനിക്ക് വേണ്ടാന്ന് പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ ഹോയി ആണെങ്കിൽ ജോക്കറിൻ്റെ അടുത്ത് ജാക്കിൻ്റെ മോതിരം കിട്ടിയോ അതവന് തിരിച്ചു കൊടുത്തോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ജോക്കറാണെങ്കിൽ കിട്ടി, അവനെ തിരിച്ചു കൊടുത്തപ്പോൾ അവനത് വേണ്ടാന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ ഇങ്ങനെ തിരിച്ച് തന്നു എന്ന് പറയാണ്. അതിനുശേഷം നമ്മുടെ ജാക്കിനെ കാണിക്കുമ്പോൾ ജാക്കും ഹോപ്പും പിന്നെ മറ്റ് ബോഡി ഗാർഡ്സ് എല്ലാവരും ആ ഒരു കാർ പാർക്കിംഗ് തന്നെ അവിടെ നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ഹോപ്പ് മറ്റ് ബോഡി ഗാർഡ്സിനെ നിങ്ങൾ എന്തിനാ അവന്മാരെ വിട്ട് കളഞ്ഞ് പിടിക്കാൻ നിങ്ങൾക്കൊന്നും അറിയത്തില്ലേ എന്ന് പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജാക്കാണെങ്കിൽ നേരത്തെ ടാറ്റു സ്പ്രേ പെയിൻ്റ് ഇട്ട് വരച്ച് വെച്ചാൽ സാഡ് സ്മൈലിയുടെ മുഖമൊക്കെ ഇങ്ങനെ മാച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളം ഒഴിച്ച്. ആ സമയമാണ് നമ്മുടെ ജാക്കിൻ്റെ മുത്തശ്ശി വിളിക്കുന്നത്. മുത്തശ്ശി കോൾ ചെയ്തിട്ട് നീ എപ്പോഴാണ് വീട്ടിൽ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ ജാക്ക് ഞാൻ ലേറ്റാവും, വർക്ക് കഴിഞ്ഞില്ല എന്ന് പറയാണ്. ഈ സമയം മുത്തശ്ശി സോംബോങ് മരിച്ചുപോയി, സോംബോങ്ങിൻ്റെ വൈഫ് ഇന്ന് വന്നിട്ട് നീ ഹെൽപ്പ് ചെയ്തത് എല്ലാത്തിനും താങ്ക്സ് പറയും, അതുപോലെ തന്നെ മറ്റ് പൈസ ബോസിന് കൊടുക്കാനുള്ളതും എത്രയും പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് തിരിച്ചു കൊടുത്തോളാം എന്നും പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ്. ഈ സോംബോങ് മറ്റാരുമല്ല, ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ ജാക്കാണെങ്കിൽ ഒരാളെ പൈസ തിരിച്ചു കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ ഇട്ട് ഓട്ടിച്ചായിരുന്നല്ലോ, അതായത് അയാൾ ഈ നാട്ടിൽ നിന്ന് പോകാൻ നോക്കി, ആ സമയം പിടിച്ചു വെച്ചപ്പോൾ അയാൾ എനിക്ക് ക്യാൻസറാണ്, എൻ്റെ അവസാന നിമിഷമെങ്കിലും ഞാൻ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞ ഒരാൾ സോംബോങ് പേരിലുള്ള അയാളാണ് ഇപ്പോൾ മരിച്ചു പോയിരിക്കുന്നത്. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ ഇതൊക്കെ പറഞ്ഞിട്ട് നീ സ്വയം നന്നായിട്ടിരിക്കണം, നീ നിന്നെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ജാക്കാണെങ്കിൽ ഓക്കെ ഞാൻ പെട്ടെന്ന് വീട്ടിൽ വരാൻ എന്നിട്ട് കോള് കട്ടിയാണ്. അതിനുശേഷം ജോക്കറിനെ കാണിക്കുമ്പോൾ ഇവനിപ്പോൾ എവിടെയോ ഒരു സ്ഥലത്ത് അവൻ്റെ റൂമിൽ ഇങ്ങനെ കിടക്കുവാണ്, അത് അവൻ്റെ വീടായിരിക്കത്തില്ല, ചില മറ്റേതെങ്കിലും സ്ഥലമായിരിക്കും. ആ സമയത്ത് അവനാണെങ്കിൽ അത് ടാറ്റുവിൻ്റെ അടുത്തും ഹോയുടെ അടുത്തും സംസാരിച്ച കാര്യം ആരെയൊക്കെയാണ്, അതായത് നമ്മൾ ടാറ്റുവും ഹോയും ബോസിന് പൈസയൊക്കെ തിരിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് അവർ ഈ സ്ഥലം വിട്ട് മറ്റൊരിടത്തേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. ആ സമയം ഹോയ് നീ അവിടെ കൂടെ വരുന്നുണ്ടോ എന്ന് നമ്മുടെ ജോക്കറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ നമ്മുടെ ടാറ്റു അവൻ വരാൻ ചാൻസ് ഇല്ല, അവനൊരു വീടുണ്ടല്ലോ, പക്ഷെ നമുക്ക് വലിയ വീടില്ലാത്ത അവൻ എൻ്റെ വീട്ടിൽ പോകുമെന്ന് പറയാണ്. അങ്ങനെ ഇതൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ ജോക്കർ ഇങ്ങനെ കിടക്കുകയാണ്. ആ ടാറ്റുവിൻ്റെ ഹോയുടെയും വിചാരം നമ്മുടെ ജോക്കറിനൊരു വീടുണ്ടെന്നാണ്. എന്നാൽ നമ്മുടെ ജോക്കറിൻ്റെ പാരൻസ് അവനെ ഏത് രീതിയിലാണ് കണ്ടിരുന്നത്, ജോക്കറിൻ്റെ പാരൻസിന് മുന്നിൽ അവനൊരു വിലയുണ്ടായിരുന്നു, അവൻ്റെ ലൈഫ് എങ്ങനെയാണ് പോയത്, അവൻ ജയിലിൽ പോകുന്നതിന് മുമ്പുണ്ടായ ഇൻസിഡൻസ് എല്ലാം അവന് മാത്രമല്ലേ അറിയാവൂ. അങ്ങനെ ഇതെല്ലാം ആലോചിച്ച് നടന്നിട്ട് ജാക്കാണെങ്കിൽ ആ ഒരു ഇവൻറ്റിൽ വെച്ചിട്ട് ഇവൻ്റെ ഒരു മോതിരം തിരിച്ചു കൊടുത്തിട്ട് മറ്റ് ബോഡി ഗാർഡ്സ് ഇവൻ കാണാതെ രക്ഷപ്പെട്ട് പോകാൻ പറയുന്നതും ഒക്കെ ഇവ ആലോചിക്കുകയാണ്. അങ്ങനെ ഇതും കാണിച്ച് ഈ ഒരു എപ്പിസോഡ് ഇവിടെ ഉണ്ടാവുകയാണ്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡായിട്ട് വരുന്നവരെ ബൈ.